ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഓഫീസ് ഡേ ആയാലോ വിചാരിച്ചു. ഇപ്പോൾ സമയം 7:30 ഞാൻ എഴുന്നേറ്റുള്ളൂ, സമയം വൈകിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്യട്ടെ, ഫേസ് വാഷൊക്കെ ചെയ്യട്ടെ. നമുക്ക് അടുക്കളയിൽ പോയി പണി തുടങ്ങണം. 9 മണിക്ക് പോകണം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ ഇട്ടിട്ടാണ് ഫേസ് വാഷ് ചെയ്യണേ. രാവിലെയും രാത്രിയും മാത്രം. ചെരിഞ്ഞു പല്ലൊക്കെ തേച്ചു, കുറച്ച് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാപരിപാടി തുടങ്ങണം. അരിക്ക് വെള്ളം വെച്ചു. ഇനി മോര് കാച്ചണം, മീൻ വറുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പം എൻ്റെ പരിപാടികൾ ഞാൻ നോക്കട്ടെ. മീൻ പൊരിച്ചത്, മോര് കറി ഒക്കെ ആയി. പിന്നെ ഞാൻ ഓഫീസിലെ കുറച്ച് തണ്ണിമത്തൻ അരിയാണ് ഞാൻ കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. റൈസ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്, നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള സ്മൂത്തിയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പാക്കിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും സമയമില്ല. വെറുതെ പിടിച്ച് എല്ലാം ചെയ്യാണ്. ഹായ് ഗായ്സ്. അപ്പോൾ കുളിച്ചൊരുങ്ങി, പണിയൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് പാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങാണ്. 2 ബാഗുണ്ട്, വീട്ടിലേക്കാണ്. പക്ഷെ അത് ഇത്രയൊന്നും വരില്ല. ഒരു പ്ലാനിങ് ഉണ്ട്, നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. പ്ലാനിങ് ഉണ്ടെങ്കിൽ അടുത്ത വ്ളോഗ് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇത് ഓഫീസിലേക്കുള്ള സാധനങ്ങൾ, ഇത് വീട്ടിലേക്കുള്ള കൊണ്ടുപോകാനുള്ളത്. അപ്പം ഇറങ്ങാണ് ഗൈസ്. ഇനി ശ്യാമിനെ 2 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ശ്യാമ് നാട്ടിൽ പോവാണ് ഇന്ന് വൈകുന്നേരം. ഹായ്. ഗുഡ് മോർണിംഗ്. എന്തിനാ? 100K കിട്ടിയല്ലോ വീഡിയോക്ക്. ഓ അത് ശരിയാ. 1 മില്യൺ ആവട്ടെ. 1 മില്യൺ ആകുമ്പോൾ ചായം കടി മേടിച്ചു തരാം. 100Kക്കോ? എന്തിനാ? യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ആവട്ടെ. ചെലവ് ഷേക്ക്. അപ്പോൾ ഗൈസ് പണി തുടങ്ങാൻ പോവാണ്. വർക്കുണ്ട്. കൂലിപ്പണിയൊന്നുമല്ല, കളിയാക്കാണ്. അവരെന്നെ 100K ആയതിൻ്റെ ചിലവ് ചോദിക്കുകയാണ് എല്ലാവരും കൂടെ ഓഫീസിൽ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായവളാണ് ഫാത്തിമ ഫസൽ. ഗുഡ് മോർണിംഗ്. രേവതി എനിക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ചെലവ് ചെയ്യുമായിട്ട് അല്ലേ രേവതി? പിന്നെ 1 മില്യൺ ആവട്ടെ എന്ന് ഞാൻ പറയുകയാണ് അവരോട്. എല്ലാവരും എന്നോട് ചെലവിക്കുകയാണ്. അപ്പോൾ ഞാൻ പണി തുടങ്ങട്ടെ, പിന്നെ കാണാം. ഒന്ന് വാഷ്റൂമിൽ വന്നിട്ട് മറ്റേ തിരുവനന്തപുരത്തല്ലേ കേസ്, തിരുവനന്തപുരത്തെ 5 കൊല ആ കേസ് പറയുകയാണ്. ഇതൊരവസ്ഥയല്ലേ, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരു 5 മിനിറ്റ്. ഗൈസ് മമ്മുമാണ് 3 ഇഡ്ഡലി തിന്നണേ. അതിനകത്ത് 1 ഇഡ്ഡലി ഞാൻ ചോദിച്ചു മേടിച്ചു. വിശന്നിട്ട് പോയ ജ്യൂസ് കുടിച്ചതിന്റെ അല്ല സ്മൂത്തി കുടിച്ചാലും വിശക്കുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിരുന്നു, അത് കുടിച്ചിട്ട് എനിക്ക് വിശക്കുവാന്ന്. സമയം ഇപ്പൊ ഇത്ര ആയില്ലേ? രാവിലെ കുടിച്ചല്ലേ ഇത്. 5 ഇഡ്ഡലിയില് 4 മമ്മും പിന്നെ കണ്ടു ഗൈസ്, സാമ്പാറും ചട്നിയും വരെ സെപ്പറേറ്റ്. എൻ്റെ പാത്രം ഇവിടെ ഇരുന്ന് കാലിയാക്കി. ഉണ്ണിയപ്പം അടുത്തത്. എല്ലാവരും ഉണ്ണിയപ്പം കഴിക്കുക. ഞാനും ലിൻഷയും കൂടെ ഒന്ന് വെൽ കെയർ വരെ പോവാം. അപ്പം സമയം 1 മണിയായി.
ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് പോവാണ്. ലിൻഷയ്ക്ക് സ്കിന്നിന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ 1 മണിക്ക് ഇറങ്ങി, കറക്റ്റ് 1 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. 1:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. ഞങ്ങൾക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. ഇവിടെ റിസ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേർ വരുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന്. അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോകാൻ വേണ്ടി. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞാനും ഇതിനകത്തുനിന്ന് തോണ്ടി കഴിച്ചിട്ടോ ഫുഡ്. ബസ്സിനാണ് പോകുന്നത്. തിരിച്ച് വൈറ്റിലേന്ന് അവരുടെ കൂടെ വണ്ടിക്ക് കയറും. ബസ് കയറാൻ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ നടന്നാണ് വന്നത്. നല്ല ചുട്ടുപൊള്ളണ വെയിൽ അല്ലേ? അത് ഭയങ്കര വെയിൽ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ബസ് ഇറങ്ങി ഞങ്ങൾ നടന്നു. റിസപ്ഷനിസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു 2nd ഫ്ലോറിൽ പോയാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ അപ്പാപ്പം മറ്റേ പണ്ട് 1 ഫോണിൽ ഒരു ഗെയിം ഉണ്ടായില്ലേ സ്നേക്കിൻ്റെ, അത് കണ്ടിട്ട് ഭയങ്കര പഴയ കാലത്തിലേക്ക് പോയിട്ടോ. അതുകൊണ്ട് അത് കണ്ടപ്പോൾ എടുത്തതാണ്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞിറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, റിസയുടെ ടീം മെമ്പേഴ്സ് വരികയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വണ്ടി വരും, നമ്മളിവിടെ നിന്നാൽ മതി. ഞാനും ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ, എൻ്റെ കുരുവിൻ്റെ ഒന്ന് കാണിച്ചു. അപ്പോൾ പറഞ്ഞവർ പാട് പോകാൻ ഇനി ഒരു മരുന്ന് തന്നു, അതിൽ കൂടുതൽ ഇനി വേണമെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിങ്ങ പോന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബീലെ, ഗുജറാത്തി അറിയോ? അഹമ്മദിനറിയാം. റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തിട്ടോ, പിക്ക് ചെയ്യാൻ പോവാണ്. ഭയങ്കര വെയിലുണ്ട്. അവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. നമ്മള് 3 വണ്ടിക്കായിട്ടാണ് വന്നത്. വരുന്നതാണ് നമ്മുടെ പിള്ളേര്. ടാറ്റ കാണിച്ചത് ഇതാട്ടോ നമ്മുടെ പിള്ളേര്. ബൊക്കയുമായി എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നു. ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് പോവുകയാണ് ഓഫീസിലേക്ക്. ഇനി വർക്ക് ചെയ്യണം. അപ്പോൾ ഓഫീസിലെത്തി തിരിച്ച് നല്ല പണിയുണ്ട്, പണി തുടങ്ങട്ടെ കേട്ടോ ഗായ്സ്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞു, ലോഗൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. ബൈ ബൈ. ഞങ്ങൾ പോവാണ്. ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് പേട്ടയിലാണ്. അപ്പോൾ കൂട്ടിന് വിളിച്ചു ഒരാളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.